ഇന്നിവിടെ പറയാൻ പോകുന്നത് കോയിനേജ് ഓഫ് വെസ്റ്റേൺ ക്ഷത്രപാസിനെ പറ്റിയിട്ടാണ്. വെസ്റ്റേൺ ക്ഷത്രപാസ്. Due to the invasions of Kushanas, Shagas moved towards western India. They were known as Western Kshatrabas. They were probably a Scythian dynasty. They occupied in Gujarat, Malwa, Kutch and Maharashtra by the beginning of 1st century AD to the 5th century AD. Western Kshatrapas established their kingdoms in Maharashtra and Ujjain. ഇപ്പോൾ ഈ കുഷാനാസിൻ്റെ ഇൻവേഷൻസ് കാരണം ഷാഗാസ് വെസ്റ്റേൺ ഇന്ത്യയിലേക്ക് മൂവ് ചെയ്തു. ഇവരാണ് വെസ്റ്റേൺ ക്ഷത്രപാസ് എന്ന് പറയുന്നത്. ഇതൊരു സ്കിതിയൻ ഡൈനാസ്റ്റി ആയിരുന്നു. ഇവർ ഗുജറാത്ത്, മാൽവ, കച്ച്, മഹാരാഷ്ട്ര ഇവിടെയൊക്കെ ഓക്യുപ്പൈ ചെയ്തു ഇൻ ബിറ്റ്വീൻ 1st to 5th century AD. ഇവരുടെ കിങ്ഡംസ് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് മഹാരാഷ്ട്രയിലും ഉജ്ജയിനിലുമാണ്. ഭൂമക വാസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് ക്ഷത്രപാസ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ഇവരുടെ ഫസ്റ്റ് ഗവർണർ ഭൂമകയാണ്. ഈ ബിലോങ് ടു ദ ഖാഖ്രാത്ത ക്ലാൻ ഓഫ് ദ ഷാഗ ട്രൈബ്. ഷാഗ ട്രൈബിലെ ഖാഖ്രാത്ത ക്ലാനിലാണ് ഇദ്ദേഹം ബിലോങ് ചെയ്തിരിക്കുന്നത്. നഹപാണ വാസ് ദ സെക്കൻഡ് റൂളർ ഓഫ് ദ ഹൗസ് ഓഫ് ഭൂമക. ഭൂമകയുടെ ഹൗസിൽ തന്നെയുള്ള കുടുംബത്തിൽപ്പെട്ട ഒരു നഹപാണയാണ് സെക്കൻഡ് റൂളർ. നഹപാണ റൂൾഡ് ഓവർ കതേവാർ, ബ്രോച്ച്, സുപാന, ദാസ്പുര, അജ്മീർ ആൻഡ് പുഷ്കര. ഇവിടേക്ക് ഇദ്ദേഹം റൂൾ ചെയ്തിട്ടുണ്ട്. Towards the end of the reign, Nahapana suffered a defeat from ഗൗതമിപുത്ര ശതകർണി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം ആയപ്പോഴേക്കും നഹപാണ എന്നൊരു ഡിഫീറ്റ് ഉണ്ടാവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പവറും പ്രസ്റ്റീജൊക്കെ നഷ്ടപ്പെട്ടു. ഈ വെസ്റ്റേൺ ക്ഷത്രപാസിന് രണ്ട് ഇതുണ്ട്. ഒന്ന് ക്ഷഹരാതാസും കർദമകാസും. ക്ഷഹരാത ക്ഷത്രപാസ് ഏർലിയസ്റ്റ് റൂളർ ഭൂമക, നോൺ ഫ്രം കോയിൻസ്, ആൾ ഓഫ് കോപ്പർ കോയിൻസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോപ്പർ കോയിൻസ് എന്നാണ് ഇദ്ദേഹമാണ് ഫസ്റ്റ് റൂളർ എന്ന് മനസ്സിലാക്കുന്നത്. ഫുൾ കോപ്പർ കോയിൻസാണ് ഇദ്ദേഹം ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഒബ്വേഴ്സിൽ ആരോയും ഡിസ്കസും തണ്ടർ ബോൾട്ടും, റിവേഴ്സിൽ ലയൺ ക്യാപിറ്റലും പിന്നെ ധർമ്മചക്രയാണ് ഉള്ളത്. ഭൂമക യൂസ്ഡ് ഖരോഷ്ടി സ്ക്രിപ്റ്റ് ഫോർ ഹിസ് ഒബ്വേഴ്സ് ലെജൻഡ് ആൻഡ് ബ്രാഹ്മി സ്ക്രിപ്റ്റ് ഫോർ റിവേഴ്സ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോപ്പർ കോയിൻസിൽ ഒബ്വേഴ്സ് സൈഡിൽ ഖരോഷ്ടി സ്ക്രിപ്റ്റും റിവേഴ്സ് സൈഡിൽ ബ്രാഹ്മി സ്ക്രിപ്റ്റാണ് ഉള്ളത്. ബോത്ത് ദ ലെജൻഡ്സ് മെൻഷൻ ഹീസ് നെയിം ടുഗദർ വിത്ത് ദ നെയിം ഓഫ് ദ ഫാമിലി ആൻഡ് ദ ടൈറ്റിൽ ഓഫ് ക്ഷത്രപ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലെജൻഡ്സിലൊക്കെ പേര്, പിന്നെ ഫാമിലി നെയിം, പിന്നെ ടൈറ്റിൽ, അതായത് ക്ഷത്രപ എന്നുള്ള ടൈറ്റിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അഭിരക കോപ്പർ. ഈ അഭിരക എന്ന് പറയുന്നത് ഭൂമികയുടെ ഫാദറാണ്. ഇദ്ദേഹം ഒരു ഇന്തോ സ്കിതിയൻ കിങ്ങുമാണ്. ഏർലി 1st century CEയിലാണ് ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. വെയ്റ്റ് ഒരു 10.35 ഗ്രാമും ഡയമീറ്റർ 26 millimeter ആണ്. ഇതിൻ്റെ ഒബ്വേഴ്സ് സൈഡിൽ വിങ്ഡ് നൈറ്റ്, സ്റ്റാൻഡിങ് റൈറ്റ്, ഗ്രീക്ക് ലെജൻഡ് അറൗണ്ട്. അതായത് വിങ്ഡ് നൈക്കാണ് ഒബ്വേഴ്സ് സൈഡിലുള്ളത്. ഈ നൈക്ക് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജിയിൽ വിക്ടറിയുടെ ഒരു ദേവനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിങ്ഡ് ചിറകുള്ള ഒരു ചിത്രമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ചുറ്റും ഒരു ഗ്രീക്ക് ലെജൻഡുമാണുള്ളത്. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. റിവേഴ്സ് സൈഡിൽ ലയൺ, ധർമ്മചക്ര, പെഡസ്റ്റലിലുള്ള ഒരു ധർമ്മചക്രയാണ് ഉള്ളത്. അതിൻ്റെ ചുറ്റും ഖരോഷ്ടി ലെജൻഡും ഉണ്ട്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഭൂമകയുടെ കോപ്പർ കോയിൻസ് ഒരു ഏർലി 1st century CEയിലാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3.73 ഗ്രാമാണ്. ഡയമീറ്റർ 18 millimeter. ഇതിൻ്റെ ഒബ്വേഴ്സിൽ തണ്ടർ ബോൾട്ടും സ്ഫിയറും, പിന്നെ ചുറ്റും ഖരോഷ്ടി സ്ക്രിപ്റ്റ്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് സൈഡിൽ ലയൺ മുകളിൽ കാണാം, പിന്നെ ധർമ്മചക്രയും പെഡസ്റ്റലായിട്ട്. അതിൽ ബ്രാഹ്മി സ്ക്രിപ്റ്റാണുള്ളത്. ഭൂമക വാസ് ഫോളോവ്ഡ് ബൈ നഹപാണ. ഭൂമയ്ക്ക് ശേഷം വന്നാണ് നഹപാണ. ഇദ്ദേഹം സിൽവറും കോപ്പറും ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇന്തോ ഗ്രീക്ക് സിൽവർ സ്റ്റാൻഡേർഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നഹപാണ ഡെപിക്റ്റഡ് ഓൺ ദ ഒബ്വേഴ്സ് ഓഫ് ഹിസ് കോയിൻസ് ദ റോയൽ ഹെഡ്. റിവേഴ്സ് ഹി അഡോപ്റ്റഡ് ദ ഒബ്വേഴ്സ് ടൈപ്പ് ഓഫ് കോയിൻസ് ഓഫ് ഭൂമക, ദറ്റ് ഈസ് ആരോ, തണ്ടർ ബോൾട്ട് ആൻഡ് ഡിസ്കസ്. അപ്പം നഹപാണയുടെ കോയിൻസിൽ ഒബ്വേഴ്സ് സൈഡിൽ ഇദ്ദേഹത്തിൻ്റെ ഹെഡ്, റോയൽ ഹെഡും, റിവേഴ്സ് സൈഡിൽ ഈ ഭൂമികയുടെ ഒബ്വേഴ്സ് ആണ് എടുത്തത്. അതായത് ഭൂമികയുടെ ഒബ്വേഴ്സിലാണ് ഇദ്ദേഹത്തിൻ്റെ റിവേഴ്സിലുള്ളത്. അതായത് ആരോ, തണ്ടർ ബോൾട്ട്, ഡിസ്കസ്. ഇതിൻ്റെ കോയിൻസ് എന്ന് പറയുമ്പോൾ ഒബ്വേഴ്സിൽ ആരോ, പിന്നെ ഒരു തണ്ടർ ബോൾട്ട് ഉണ്ടായിരിക്കും. റിവേഴ്സിൽ ഒരു ലീഫി റെയിലിംഗ് ഉണ്ടായിരിക്കും കോപ്പർ കോയിൻസിൽ. Nahapana for his silver coins issued the Greek script
ഫോർ ദ ഒബ്വേഴ്സ് ലെജൻഡ് ആൻഡ് ദ റിവേഴ്സ് ബിയസ് ബോത്ത് ദ ബ്രാഹ്മി ആൻഡ് കരോഷ്ടി ലെജൻഡ്. അപ്പോൾ നാഹപാണ്ട സിൽവർ കോയിൻസിലും ഗ്രീക്ക് സ്ക്രിപ്റ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിവേഴ്സിൽ ബ്രാഹ്മി കരോഷ്ടി ലെജൻസും ഉണ്ട്. All these legends mention the name and the family of the issuer together with the title of Raja. He never refers to himself as Kshatrapa or Mahakshatrapa on his coins. അപ്പോൾ നാഹപാണ്ട കോയിൻസിൽ പേര് പിന്നെ ഫാമിലിയുടെ പേര് അതിൻ്റെ ഒപ്പം ഈ രാജ എന്നുള്ള ടൈറ്റിലും ഉണ്ട്. നാഹപാണ ഒരിക്കലും ഭൂമികേനെ പോലെ ക്ഷത്രപ മഹാക്ഷത്രപ എന്നുള്ള ടൈറ്റിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. നാഹപാണ റീസ്ട്രക്ട് ബൈ ഗൗതമിപുത്ര ശതകർണി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിൽവർ കോയിൻസൊക്കെ ഗൗതമിപുത്ര ശതകർണി റീസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒബ്വേഴ്സിൽ 3 ആർച്ച്ഡ് ഹിൽ സിമ്പിൾ, അത് നമ്മൾ അടുത്ത് വരുന്ന സ്ലൈഡിൽ കാണുന്നതായിരിക്കും. പിന്നെ ചില സമയത്ത് ക്രസൻറ്റ്, വേവി ലൈൻസ് താഴെ. ഈ വേവി ലൈൻസ് ഒരു പുഴേനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ബ്രാഹ്മി ലെജൻഡും ഉണ്ട്. റിവേഴ്സിൽ ക്രസൻറ്റ്, അപ്പോൾ ഉജ്ജയിൻ സിമ്പിൾ. നാഹപാണ്ട 14 കോയിൻസ്. ഈ 14 കോയിൻസ് എന്താണെന്ന് വെച്ചാൽ അത് ബില്യൺ കോയിൻസ് എന്നും പറയപ്പെടും. അതിൻ്റെ ബേസ് മെറ്റൽ എന്താണെന്ന് വെച്ചാൽ ഒരു സിൽവർ ലൈക്ക് അലോയ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് 14 കോയിൻസ്. മിഡിൽ ഫസ്റ്റ് സെഞ്ചുറി സീലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 3.68 ഗ്രാമും ഡയമീറ്റർ 21 മില്ലിമീറ്ററും ആണ്. ഒബ്വേഴ്സിലെ ലയൺ സ്റ്റാൻഡിങ് ലെഫ്റ്റ്, അതായത് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ലയൺ നിൽക്കുന്നു. റെയിൽഡ് പ്ലഫ് ബിഫോർ, പിന്നെ 3 ആർച്ച്ഡ് ഹിൽ ഉണ്ടാകും താഴെ. അതിൻ്റെ താഴെ കാണാം നമുക്ക്. ചുറ്റും ബ്രാഹ്മി ലെജൻഡ്, അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. റിവേഴ്സിൽ തണ്ടർ ബോൾട്ടും സ്ഫിയറും ബോ ആൻഡ് ആരോ. നാഹപാണ്ട സിൽവർ കോയിൻസ് മിഡിൽ ഫസ്റ്റ് സെഞ്ചുറി സീൽ തന്നെയാണ്. വെയിറ്റ് 2.20 ഗ്രാമും ഡയമീറ്റർ 17 മില്ലിമീറ്ററും. അതിൻ്റെ ഒബ്വേഴ്സിൽ ഹെഡ് ഓഫ് ദ കിങ്, അതായത് റൈറ്റിലോട്ട് തിരിഞ്ഞുള്ള കിങ്ങിൻ്റെ ഹെഡ്. പിന്നെ ബ്ലണ്ടേർഡ് ഗ്രീക്ക് ലെജൻഡ് ചുറ്റും. ക്ലിയർ അല്ല. റിവേഴ്സ് സൈഡിൽ ആരോ ഉണ്ട്, തണ്ടർ ബോൾട്ട് ഉണ്ട്, അതിൻ്റെ ഇടയിലൊരു ഡിസ്കസും ഉണ്ട്. ബ്രാഹ്മി കരോഷ്ടി സ്ക്രിപ്റ്റാണ് ചുറ്റുള്ളത്. പിന്നെ കർദമക ക്ഷത്രപാസ്. Except for Jayadaman, the son of Chastana, all the Kardamaga Kshatrabas issued coins in silver. അപ്പം ഈ ചഷ്ടാന പിന്നെ ജയദാമ ഇവരെ ഒഴിച്ച് ബാക്കി എല്ലാവരും സിൽവർ കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സം റൂളേഴ്സ് ലൈക്ക് ചഷ്ടാന ആൻഡ് ജയദാമൻ സ്ട്രക്ക് കോയിൻസ് ഇൻ കോപ്പർ ആൾസോ. അപ്പോൾ ഇവർ രണ്ടാളും, അതായത് ചസ്താന ജയദാമൻ, ഇവർ കോപ്പറിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കോയിൻസ്. 14 coins are issued by ജീവദാമൻ ആൻഡ് രുദ്രസിംഹ 1. ഇപ്പോൾ രുദ്രസിംഹ 1ഉം ജീവദാമനും 14 കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സം 14 കോയിൻസ് ബിയർ നോന്, ചില 14 കോയിൻസിൽ പേരൊന്നും ഉണ്ടായിരുന്നില്ല. സിൽവർ കോയിൻസിൻ്റെ ഒബ്വേഴ്സിൽ വരെ ബസ്റ്റ് ഓഫ് ദ കിങ് ടു ദ റൈറ്റ്, അതായത് റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് കിങ്ങിൻ്റെ ബസ്റ്റ് വരെ, അതായത് ഷോൾഡർ പോർഷൻ വരെ ഉള്ളത്. റിവേഴ്സിൽ ക്രസൻറ്റ് ടു ദ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ക്രസൻറ്റും സ്റ്റാർ ടു റൈറ്റ്. ലേറ്റർ ഹി ആഡഡ് ദ ഹിൽ സിമ്പിൾ, പിന്നെ അതിന് ശേഷമാണ് ഈ ഒരു ഹിൽ സിമ്പിൾ ആഡ് ചെയ്യുന്നത്. ദ സിമ്പിൾ ഈസ് വെരി കോമൺ ഓൺ ശതവാഹന കോയിൻസ്. ഈ ഒരു ഹിൽ സിമ്പിൾ എന്ന് പറയുന്നത് ശതവാഹന കോയിൻസിൽ കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ അവരൊരു ഫിക്സ്ഡ് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ഒബ്വേഴ്സിൽ ബസ്റ്റ് ഓഫ് ദ കിങ്ങും ഡേറ്റും, റിവേഴ്സിൽ 3 ആർച്ച്ഡ് ഹിൽ നമ്മൾ നേരത്തെ കണ്ട സിമ്പിളും, പിന്നെ സർമൗണ്ടഡ് ബൈ ക്രസൻറ്റ് ഇൻ ദ സെൻറ്റർ, ക്രസൻറ്റ് ടു ദ ലെഫ്റ്റ്, സ്റ്റാർ ടു റൈറ്റ്, അണ്ടുലേറ്റിംഗ് ലൈൻ ബിലോ, അങ്ങനെയുള്ള ലൈന് പുഴനെ സൂചിപ്പിക്കുന്ന നേരത്തെ പറഞ്ഞത്. പിന്നെ ബ്രാഹ്മി ലെജൻഡ്. ഹി യൂസ്ഡ് ദ ഗ്രീക്ക് സ്ക്രിപ്റ്റ് ഫോർ ദ ഒബ്വേഴ്സ് ലെജൻഡ് ഓൺ ഹി സിൽവർ കോയിൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിൽവർ കോയിൻസിൽ ഗ്രീക്ക് സ്ക്രിപ്റ്റ് ഒബ്വേഴ്സ് സൈഡിലും ബോത്ത് ബ്രാഹ്മി ആൻഡ് കരോഷ്ടി ഫോർ ദ റിവേഴ്സ് ലെജൻഡ്, റിവേഴ്സിലുള്ള ലെജൻഡിന് കരോഷ്ടി ബ്രാഹ്മി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എ പെക്യുലിയർ ഫീച്ചർ ഓഫ് ദീസ് കോയിൻ legends are that the first part mentions the name and the title of the father of the issuer and the later part those of the issuer himself. അപ്പം ഇവരുടെ കോയിൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലെജൻസിലെ ഫസ്റ്റ് ഇഷ്യൂറിൻ്റെ ഫാദറിനെ പറ്റിയാണ് മെൻഷൻ ചെയ്യുന്നത്, പിന്നെയാണ് ഇഷ്യൂറിനെ പറ്റി പറയുന്നത്. രുദ്രദാമൻ സിൽവർ ഡ്രാക്കം. രുദ്രദാമന് സിൽവർ ഡ്രാക്കം എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റാണ് 60 ഗ്രെയിൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. 60 ഗ്രെയിൻസ് ആയിരിക്കും ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ രുദ്രദാമൻ്റെ ഒരു 130 to 160 സീലാണ് ഇതുണ്ടായിരുന്നത്. ഒബ്വേഴ്സിൽ ഹെഡ് ഓഫ് ദ കിങ്, ഒരു കിങ്ങിൻ്റെ ഹെഡും പിന്നെ ബ്ലണ്ടേർഡ് ഗ്രീക്ക് ലെജൻഡാണ് ചുറ്റുമുള്ളത്. റിവേഴ്സിലൊരു ചൈത്യം, 3 ആർച്ച്ഡ് ഹില്ലാണ്, പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ചൈത്യയുടെ ലുക്ക് വരുമല്ലോ, അതാണ് ചൈത്യം. പിന്നെ താഴെ അതാണ് ഒരു അണ്ടുലേറ്റഡ് ലൈന്,
പിന്നെ ക്രസൻറ്റ് 3 ഉണ്ടായിരിക്കും, മുകളിൽ സണ്ണ് ഉണ്ടായിരിക്കും, ബ്രാഹ്മി ലെജൻഡ് ചുറ്റും. ഇതൊക്കെയാണ് അവിടെ കോയിൻസ് എന്ന് പറയുമ്പോൾ. എല്ലാത്തിലും കിങ്ങും കാണും, പിന്നെ അപ്പുറത്തെ സൈഡിൽ ഈ ഒരു 3 ആർച്ച്ഡ് ഹില്ല്, സണ്ണ്, ക്രസൻറ്റ്, സ്റ്റാർ ഒക്കെ കാണും. ഇതൊക്കെയാണ് അതിൻ്റെ കോമൺ ഫീച്ചേഴ്സ്. പിന്നെ പോർട്ടൻറ്റ് കോയിൻസ്. ദീസ് വർ സ്ട്രക്ക് ബൈ ജീവദാമൻ ആൻഡ് രുദ്രസിംഹ 1 ആൻഡ് ഡ്യൂറിങ് ദ റെയിൻസ് ഓഫ് രുദ്രസേന 1 ആൻഡ് ധാമസേന. അപ്പോൾ ഈ ധാമസേന, രുദ്രസേന 1, രുദ്രസിംഹ 1, ജീവദാമൻ ഇവരുടെയൊക്കെ ടൈമിലും പോർട്ടൻറ്റ് കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. The reverse of the portent coins bear the name of the issuer and titles in Brahmi. അപ്പോൾ ഈ ഒരു പോർട്ടൻറ്റ് കോയിൻസിൻ്റെ റിവേഴ്സ് സൈഡിൽ ഇഷ്യൂറിൻ്റെ പേരും ടൈറ്റിൽസും ബ്രാഹ്മി സ്ക്രിപ്റ്റിലും ഒബ്വേഴ്സിൽ ഗ്രീക്ക് ക്യാരക്ടേഴ്സാണ് ഉണ്ടാവുക. ജീവദാമൻ്റെ പോർട്ടൻറ്റ് കോയിൻസിനെ പറ്റി നോക്കാം. ഒബ്വേഴ്സിൽ ഹംബഡ് ബുള്ളും ഡേറ്റും ഗ്രീക്ക് ക്യാരക്ടേഴ്സും. റിവേഴ്സിൽ ക്രസൻറ്റ് ഓൺ ഹില്ലിൽ ക്രസൻറ്റും, സ്റ്റാർ, ക്രസൻറ്റ്, കർവ്ഡ് ലൈന്, ബ്രാഹ്മി ലെജൻഡ്. പിന്നെ രുദ്രസിംഹ 1 ആണെങ്കിൽ ഒബ്വേഴ്സിൽ ഹംബഡ് ബുള്ള്, ഡേറ്റ്, ഗ്രീക്ക് ക്യാരക്ടേഴ്സും. പിന്നെ റിവേഴ്സിൽ നേരത്തെ പറഞ്ഞ സാധനങ്ങളും, പിന്നെ ബ്രാഹ്മി ലെജൻഡും, അതായത് ക്രസൻറ്റ് ഓൺ ഹില്ല്, സ്റ്റാർ, ക്രസൻറ്റ്, കർവ്ഡ് ലൈൻ, ബ്രാഹ്മി ലെജൻഡ്. രുദ്രസേന 1 ആകുമ്പോൾ ഒബ്വേഴ്സിൽ എലഫൻറ്റ്, സ്റ്റാൻഡിങ് ആൻഡ് സ്റ്റാർ, ക്രസൻറ്റും. റിവേഴ്സിൽ നമ്മൾ നേരത്തെ കണ്ട 3 ആർച്ച്ഡ് ഹില്ലും സ്റ്റാർ അതൊക്കെയും. പിന്നെ ലെജൻസ് ഒന്നുമില്ല. ധാമസേനയും നേരത്തെ പറഞ്ഞ എലഫൻറ്റ്, സ്റ്റാൻഡിങ്ങും ക്രസൻറ്റും. പിന്നെ റിവേഴ്സിൽ നേരത്തെ പറഞ്ഞ ആസ് എബവ് ആ ഒരു 3 ആർച്ച്ഡ് ഹില്ല്, സ്റ്റാർ അതൊക്കെ ഉള്ളത്, ഡേറ്റും. കോപ്പർ കോയിൻസ് ആണെങ്കിൽ ചസ്താനും ജയദാമനുമാണ് കോപ്പർ കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാർ. ദീസ് കോയിൻസ് ആർ ആൾ സ്ക്വയർ ഇൻ ഷേപ്പ്. ചതുരത്തിലാണ് ഈ കോപ്പർ കോയിൻസ് ഒക്കെ ഉള്ളത്. ഓൺ ദ ഒബ്വേഴ്സ് ഓഫ് ദ കോപ്പർ കോയിൻസ് ഓഫ് ബോത്ത് ദീസ് റൂളേഴ്സ് ആർ മീനിങ്ലെസ് ഗ്രീക്ക് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ 2 റൂളേഴ്സിൻ്റെയും കോപ്പർ കോയിൻസിൻ്റെ ഒബ്വേഴ്സിൽ മീനിങ്ലെസ് ആയിട്ടുള്ള കുറച്ച് ഗ്രീക്ക് ക്യാരക്ടേഴ്സ് ഉണ്ട്. റിവേഴ്സിൽ ബ്രാഹ്മി ലെജൻഡും. ചഷ്ടാനാണെങ്കിൽ ഒബ്വേഴ്സിൽ ഹോഴ്സ് നിൽക്കുന്നത് ഗ്രീക്ക് ക്യാരക്ടേഴ്സും, റിവേഴ്സിലും ക്രസൻറ്റ് ഓൺ ഹില്ലും, സ്റ്റാറും, ക്രസൻറ്റും, ബ്രാഹ്മി ലെജൻഡും. ജയദാമന് 2 ടൈപ്പ് ഉണ്ട്, 2 വേരിയൻ്റ് ഉണ്ട്. അതിൻ്റെ ഒരു വേരിയൻ്റ് എയുടെ ഒബ്വേഴ്സ് സൈഡിൽ ഹംബഡ് ബുള്ളും ട്രൈഡൻറ്റും, ബാറ്റിൽ യൂസ് ചെയ്യുന്ന ട്രൈഡൻറ്റും, മാക്സും ഗ്രീക്ക് ക്യാരക്ടേഴ്സും. റിവേഴ്സിൽ ക്രസൻറ്റ് ഓൺ ഹില്ലും, സ്റ്റാർ, ക്രസൻറ്റ്, ബ്രാഹ്മി ലെജൻഡും. പിന്നെ വേരിയൻ്റ് ബിയിലാണെങ്കിൽ ഒബ്വേഴ്സിൽ എലഫൻറ്റ്, ബ്രാഹ്മി ലെജൻഡും, റിവേഴ്സിൽ ഉജ്ജയിൻ സിമ്പിളും. ചഷ്ടാനയുടെ കോയിൻസാണ് സ്ക്വയർ കോയിൻസ്. അതിൽ ഒബ്വേഴ്സിൽ ഹോഴ്സ്, സ്റ്റാൻഡിങ് നമുക്കതിൽ കാണാൻ പറ്റും, പിന്നെ ഗ്രീക്ക് ക്യാരക്ടേഴ്സും. റിവേഴ്സിൽ ക്രസൻറ്റ് ഓൺ ഹിൽ നേരെ നമുക്ക് കാണാൻ പറ്റും, പിന്നെ സ്റ്റാർ, ക്രസൻറ്റ്, ബ്രാഹ്മി ലെജൻഡ്. ലെഡ് കോയിൻസ് അതും സ്ക്വയർ ആയിരുന്നു ഷേപ്പ്. രുദ്രസേന 3 ആണ് ഇത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലൊന്നും ലെജൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒബ്വേഴ്സിൽ ഹംബഡ് ബുള്ള്, സ്റ്റാൻഡിങ് റൈറ്റോട്ട് തരുന്നുള്ള ഹംബഡ് ബുള്ള്. റിവേഴ്സിൽ ക്രസൻറ്റ് ഓൺ ഹില്ല്, സ്റ്റാർ, ക്രസൻറ്റ്, കർവ്ഡ് ലൈൻസ്, പിന്നെ ഡേറ്റ്. താങ്ക് യു.